ഏതാനും മിനിറ്റുകൾക്കകം ബാക്കിയുള്ള 4 പൈറേറ്റ്സും ഗോവണിയുടെ ഹുക്ക് ഷിപ്പിന്റെ മുകളിൽ എറിഞ്ഞുപിടിപ്പിക്കുകയും ബോട്ടിലുള്ള 4 ഭീകരന്മാരും കപ്പലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കടൽ കൊള്ളക്കാർ ഷിപ്പിൽ പ്രവേശിച്ച ഉടൻ ജലപീരങ്കിയുടെ ശക്തിയിൽ അവർ വന്ന മോട്ടോർ ഘടിപ്പിച്ച കൊച്ചുവള്ളം തകർന്നു തരിപ്പണമാവുകയും ചെയ്തു. പൂട്ടിയിട്ട മെയിൻ ഗേറ്റിന്റെ ലോക്ക് വെടിവെച്ച് തകർത്തുകൊണ്ട് കടൽ ഭീകരർ ഷിപ്പിലേക്ക് പ്രവേശിച്ചു. മെയിൻ ഡെക്കിൽ കടന്നു ചെന്ന് ഭീകരർ അവിടെയുള്ള ക്യാപ്റ്റനെയും 2 ക്രൂ മെമ്പേഴ്സിനെയും ഗൺ പോയിന്റിൽ നിർത്തുകയും കപ്പൽ ഹൈജാക്ക് ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച കടൽ കൊള്ളയ്ക്ക് ചരിത്രാതീത കാലത്തോളം പഴക്കമുണ്ട്. മനുഷ്യൻ പായ്ക്കപ്പലിൽ ലോകം ചുറ്റി സഞ്ചരിച്ച കാലത്തും അവരുടെ പേടിസ്വപ്നമായിരുന്നു കടൽ കൊള്ളക്കാർ. കപ്പൽ ആക്രമിച്ച് ആയുധങ്ങളുമായി കപ്പലിൽ പ്രവേശിച്ച് ജീവനക്കാരെ ബന്ദികളാക്കുകയും എതിർക്കുന്നവരെ വധിക്കുകയും ചെയ്ത് കപ്പലിന്റെ അസ്ഥിവാരം വരെ കൊള്ളയടിക്കുന്നതായിരുന്നു അവരുടെ രീതി. ലോകത്തിലെ ചില വിഭാഗങ്ങൾക്കിടയിൽ കടൽ കൊള്ളകൾ മാത്രം നടത്തുന്ന ആളുകളുണ്ടായിരുന്നു. ആധുനിക ലോകത്ത് കടൽ കൊള്ളക്കാരുടെ എണ്ണം കുറഞ്ഞെങ്കിലും ഇപ്പോഴും അത് നടത്തുന്ന വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് സൊമാലിയൻ പൈറേറ്റ്സ് എന്ന സൊമാലിയയിലെ കടൽ കൊള്ളക്കാർ. ആഫ്രിക്കയുടെ കിഴക്കേ അറ്റത്ത് ഇന്ത്യൻ ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് സൊമാലിയ. കെനിയ, എത്യോപ്യ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് സൊമാലിയ സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര കപ്പൽ റൂട്ട് സൊമാലിയൻ തീരത്ത് നിന്നും 600 കിലോമീറ്റർ ദൂരെയാണ്. അതിനാൽ തന്നെ അന്താരാഷ്ട്ര പാതയിലൂടെയുള്ള കപ്പലുകൾ ആക്രമിക്കുക സൊമാലിയൻ കടൽ കൊള്ളക്കാർക്ക് വളരെ എളുപ്പവുമാണ്. ആഭ്യന്തര പ്രശ്നങ്ങളിൽപ്പെട്ട സൊമാലിയയിൽ കാര്യശേഷിയില്ലാത്ത ഗവൺമെൻറ്റാണുള്ളത്. അവിടുത്തെ പോലീസും നീതിന്യായ വ്യവസ്ഥയും കാര്യശേഷിയില്ലാത്തതാണ്. തൊഴിലില്ലായ്മയും മയക്കുമരുന്നിൻ്റെ അമിത ഉപയോഗവും ആളുകളെ കടൽ കൊള്ളയിലേക്ക് ആകർഷിക്കുന്നു. പോലീസിനേക്കാളും സ്വാധീനം സൊമാലിയയിലുള്ള എണ്ണിയാലൊടുങ്ങാത്ത അധോലോക ഗ്രൂപ്പുകൾക്കുണ്ട്. ശരിക്കും അധോലോകമാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതിനാൽ തന്നെ തൊഴിലില്ലെങ്കിലും ജീവിത സാഹചര്യങ്ങളില്ലെങ്കിലും ആയുധങ്ങളുടെ കാര്യത്തിൽ യാതൊരു പഞ്ഞവുമില്ല. AK-47 തുടങ്ങിയ ആയുധങ്ങൾ അവിടെ സുലഭമാണ്. കടൽ കൊള്ളക്കാർക്ക് വീരപരിവേഷമാണ് അവിടെ. അതിനാൽ കടൽ കൊള്ളക്കാർ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഏരിയയാണ് സൊമാലിയൻ കോസ്റ്റ്. ഏതു സമയത്തും ഖാസ് എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഇവർ വളരെ ക്രൂരന്മാരാണ്. ഇന്ത്യയുടെയും മറ്റു രാജ്യങ്ങളുടെയും നിരീക്ഷണ കപ്പലുകൾ റോന്തു ചുറ്റുന്നതിനാൽ സൊമാലിയൻ പൈറേറ്റ്സിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മന്ദഗതിയിലാണ്. മാസങ്ങൾക്ക് മുമ്പാണ് ഇവർ തട്ടിയെടുത്ത ഒരു കപ്പൽ ഇന്ത്യൻ നേവി സൊമാലിയൻ കൊള്ളക്കാരെ ആക്രമിച്ച് മോചിപ്പിച്ചത്. ഇവിടെ പറയുന്നത് 2009 സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ഒരു അമേരിക്കൻ കപ്പലിനെയും അതിലെ ക്യാപ്റ്റനെയും US നേവി സീൽ കമാൻഡോസ് മിന്നലാക്രമണം നടത്തി മോചിപ്പിച്ച വളരെ ത്രില്ലിംഗ് ആയ സംഭവമാണ്. ഇത് ആരംഭദശയിലുള്ള ഒരു ചാനലാണ്. ഇതിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് സബ്സ്ക്രിപ്ഷൻ വളരെ അത്യാവശ്യമാണ്. അതിനാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. 2009 ഏപ്രിൽ 7-ന് 155 മീറ്റർ വലിപ്പമുള്ള മെർസ്ക് അലബാമ എന്ന കാർഗോ ഷിപ്പ് ഒമാനിലെ സലാലയിൽ നിന്നും കെനിയയിലെ മൊംബാസയിലേക്ക് പോവുകയായിരുന്നു. കുട്ടികൾക്കും അവശത അനുഭവിക്കുന്നവർക്കുമുള്ള പോഷകാഹാരവും കുടിവെള്ളവും വസ്ത്രങ്ങളും മറ്റ് അവശ്യവസ്തുക്കളുമായിരുന്നു കപ്പലിൽ. ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സ് ഉൾപ്പെടെ 21 ക്രൂ മെമ്പേഴ്സ് ആയിരുന്നു ഈ കപ്പലിലെ ജീവനക്കാർ. സൗമ്യശീലനായ ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സ് നീണ്ട വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. വളരെയധികം എഫിഷ്യൻസിയുള്ള ക്രൂ മെമ്പേഴ്സായിരുന്നു അലബാമ ഷിപ്പിലുണ്ടായിരുന്നത്. ഏകദേശം 18 നോട്ടിൽ കൂടുതൽ വേഗതയുള്ള ഈ കപ്പൽ കുറച്ചു വർഷങ്ങളായി കെനിയ, റിപ്പബ്ലിക് ഓഫ് ജിബൂട്ടി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്ന കിഴക്കൻ ആഫ്രിക്കൻ ജലപാതകൾക്കിടയിലാണ് പ്രധാനമായും ഓടുന്നത്. ഈ വഴി കടന്നുപോകാൻ എളുപ്പമാണെങ്കിലും സൊമാലിയൻ ജലപാതയ്ക്ക് സമീപം കടൽ കൊള്ളക്കാരുടെ സാന്നിധ്യം ഈ ഭൂമിശാസ്ത്രപരമായ ഭാഗങ്ങളിൽ അന്താരാഷ്ട്ര ഷിപ്പിങ്ങിന് ഭീഷണിയാണ്. പിറ്റേ ദിവസം ഏപ്രിൽ 8-ന് മെർക്സ് അലബാമ ഷിപ്പ് സൊമാലിയൻ തീരത്ത് നിന്നും 450 കിലോമീറ്റർ ദൂരെയുള്ള അന്താരാഷ്ട്ര കപ്പൽ പാതയിലേക്ക് പ്രവേശിച്ചു. അന്നത്തെ ദിവസം ഉച്ചഭക്ഷണത്തിന് ശേഷം ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സിന്റെ പതിവ് നിരീക്ഷണത്തിനിടെ എന്തോ 2 വസ്തുക്കൾ 3 കിലോമീറ്റർ അപ്പുറത്തു നിന്നും വേഗതയിൽ കപ്പലിനെ സമീപിക്കുന്നതായി കാണുകയുണ്ടായി. അതെന്താണെന്ന് അറിയുന്നതിന് ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സ് ലോങ് റേഞ്ച് ബൈനോക്കുലറിൽ കൂടി നോക്കിയപ്പോൾ മോട്ടോർ ഘടിപ്പിച്ച ചെറിയ വഞ്ചി പോലെയുള്ള 2 ബോട്ടുകൾ അതിവേഗം തന്റെ കപ്പലിനെ പിന്തുടരുന്നതായി കണ്ടു.
ഉദ്വേഗത്തോടെ ക്യാപ്റ്റൻ അവരെ ശ്രദ്ധിച്ചപ്പോൾ 2 ബോട്ടുകളിലും കൂടി 4 പേർ വെച്ച് മൊത്തം 8 പേരുണ്ടെന്ന് മനസ്സിലായി. അവരുടെ കയ്യിലിരിക്കുന്നത് AK-47 തോക്കുകൾ കൂടിയാണെന്നറിഞ്ഞപ്പോൾ ക്യാപ്റ്റന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അവർ പൈറേറ്റ്സ് അല്ലെങ്കിൽ കടൽക്കൊള്ളക്കാർ തന്നെയെന്ന് ക്യാപ്റ്റന് മനസ്സിലായി. ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തുള്ള അവർ അരമണിക്കൂറിനകം തന്റെ ഷിപ്പിന് സമീപത്തെത്തും എന്ന് ക്യാപ്റ്റൻ മനസ്സിലാക്കി. പെട്ടെന്ന് തന്നെ എമർജൻസി അലേർട്ട് കൊടുത്ത് ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനെ ക്യാപ്റ്റൻ മെയിൻ ഡെക്കിലേക്ക് വിളിപ്പിച്ചു. നിമിഷങ്ങൾക്കകം 20 ക്രൂ മെമ്പേഴ്സും ക്യാപ്റ്റന് മുന്നിൽ ഹാജരായി. കാര്യങ്ങളുടെ നിജസ്ഥിതി ക്യാപ്റ്റൻ ഫിലിപ്സ് ക്രൂ മെമ്പേഴ്സിനെ ധരിപ്പിച്ചു. ആ വഞ്ചികൾ കപ്പലിനെ ഫോളോ ചെയ്യുകയാണോ എന്നറിയാൻ കപ്പലിന്റെ വേഗം കൂട്ടാനും 5 ഡിഗ്രി വലത്തോട്ട് തിരിക്കാനും ക്യാപ്റ്റൻ നിർദ്ദേശിച്ചു. വേഗം മാക്സിമത്തിൽ, അതായത് പരമാവധി വേഗതയായ 18 നോട്ട് ആയി വർദ്ധിപ്പിച്ചു. പ്രൊപ്പല്ലേഴ്സിന്റെ കറക്കം മാക്സിമത്തിലെത്തിയതിനാൽ ഷിപ്പിന്റെ പുറകിൽ കടൽവെള്ളം ഉയർന്നു മറിയാൻ തുടങ്ങി. ഷിപ്പിന്റെ ചുറ്റിലുമായി സുരക്ഷയ്ക്ക് സ്ഥാപിച്ചിട്ടുള്ള 22 വാട്ടർ കാനോൺസ് അല്ലെങ്കിൽ ജലപീരങ്കികൾ സജ്ജമാക്കാൻ ക്യാപ്റ്റൻ ഉത്തരവിട്ടു. കപ്പലിൽ കയറാൻ ശ്രമിക്കുന്ന കടൽക്കൊള്ളക്കാരെ തുരത്തുന്ന ശക്തവും അഭേദ്യവുമായ ജലപ്രവാഹം നൽകുന്ന ഒരു സിസ്റ്റമാണ് വാട്ടർ കാനോൺസ് അല്ലെങ്കിൽ ജലപീരങ്കികൾ. ഇതിൽ ഓസിലൂടെ പായുന്ന അസാമാന്യ ശക്തിയുള്ള കടൽവെള്ളം മൂലം പൈറേറ്റ്സിന്റെ ബോട്ടുകൾ മുക്കാനും അവരെ കപ്പലിൽ അതിക്രമിച്ച് കയറുന്നതിനെ തടയാനും കഴിയും. ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സ് റഡാറിൽ നോക്കിയപ്പോൾ പൈറേറ്റ്സ് 2 കിലോമീറ്റർ ഷിപ്പിനടുത്തെത്തിയതായി മനസ്സിലായി. ഷിപ്പിന് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള 22 ജലപീരങ്കികളും പ്രവർത്തനസജ്ജമാക്കുകയും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ക്രൂ മെമ്പേഴ്സ് തയ്യാറാവുകയും ചെയ്തു. അടുത്ത 10 മിനിറ്റിനുള്ളിൽ കടൽക്കൊള്ളക്കാരുടെ മോട്ടോർ ഘടിപ്പിച്ച വഞ്ചികൾ ഷിപ്പിന്റെ 1 കിലോമീറ്റർ അടുത്തെത്തിയതായി റഡാർ സിസ്റ്റത്തിൽ നിന്നും മനസ്സിലായി. കടൽക്കൊള്ളക്കാർ കപ്പലിൽ കയറുമെന്നുറപ്പായാൽ ക്യാപ്റ്റൻ അടക്കം 3 പേർ മെയിൻ ഡെക്കിൽ നിൽക്കാനും ബാക്കിയുള്ള 18 ക്രൂ മെമ്പേഴ്സ് എഞ്ചിൻ റൂമിനോട് ചേർന്നുള്ള സുരക്ഷിതമായ സ്റ്റീറിംഗ് റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്യാനും തീരുമാനമായി. കാരണം AK-47മായി വരുന്ന കടൽക്കൊള്ളക്കാർ ക്രൂ മെമ്പേഴ്സിനെ കൊല്ലാതിരിക്കാനും കപ്പലിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാതിരിക്കാനുമായിരുന്നു ആ തീരുമാനം. കൂടാതെ കൊള്ളക്കാർ ഉള്ളിൽ കടന്നാൽ ആ നിമിഷം കപ്പലിന്റെ എഞ്ചിൻ ഷട്ട് ഡൗൺ ചെയ്യാനും ഇലക്ട്രിസിറ്റി വിച്ഛേദിക്കാനും ക്യാപ്റ്റൻ ഓർഡർ കൊടുത്തു. കൂടാതെ മെയിൻ ഡെക്കിൽ നിന്നും ക്യാപ്റ്റൻ എന്തു നിർദ്ദേശം തന്നാലും അനുസരിക്കരുതെന്നും തീരുമാനിച്ചു. നിർദ്ദേശങ്ങൾ പൈറേറ്റ്സ് ക്യാപ്റ്റനെ ഗൺ പോയിന്റിൽ നിർത്തി ചെയ്യിക്കുന്നതാണെന്നുള്ളതായിരുന്നു കാരണം. സപ്പർ ടൈം എന്ന കോഡ് നെയിം പറഞ്ഞാലല്ലാതെ ക്യാപ്റ്റന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കരുതെന്ന് ക്രൂ മെമ്പേഴ്സിന് കർശന നിർദ്ദേശം നൽകി. ചീഫ് എഞ്ചിനീയർ മൈക്ക് പെറിയെ സ്റ്റീറിംഗ് റൂമിൽ ഒളിക്കുന്നവരുടെ ടീം ലീഡറായി നിയമിച്ചു. അതുപോലെ തന്നെ പൈറേറ്റ്സിനോട് അപ്പോഴത്തെ യുക്തി പോലെ തീരുമാനമെടുക്കാൻ ഓരോ മെമ്പേഴ്സിനും ക്യാപ്റ്റൻ നിർദ്ദേശം നൽകി. ഷിപ്പുമായി 1/2 കിലോമീറ്റർ പരിധിയിൽ കടൽക്കൊള്ളക്കാരെത്തി. ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ. ഷിപ്പിന് ചുറ്റും ഘടിപ്പിച്ച 22 ജലപീരങ്കികളും ഓണാക്കി. അതുപോലെ ഷിപ്പിന്റെ എഞ്ചിൻ ത്രസ്റ്റ് മാക്സിമത്തിലാക്കി കടൽ ജലം അസാമാന്യ വേഗതയിൽ തിരമാല സൃഷ്ടിക്കാനും നിർദ്ദേശിച്ചു. US മറൈൻ ഏജൻസിയിൽ ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സ് അടിയന്തര കോൾ വിളിച്ച് നിജസ്ഥിതി അറിയിച്ചു. കഴിയുന്നതും വേഗം US എയർഫോഴ്സിന്റെയും US നേവിയുടെയും സഹായം എത്തിക്കാമെന്ന് US മറൈൻ ഏജൻസിയിൽ നിന്നും ഉറപ്പ് ലഭിച്ചു. വാക്കി ടോക്കിയിലൂടെ ഷിപ്പ് നിർത്താനുള്ള നിർദ്ദേശം കടൽക്കൊള്ളക്കാർ നൽകി. ഷിപ്പിലെ ജലപീരങ്കികൾ നിർത്തിവെക്കാനും എഞ്ചിൻ ത്രസ്റ്റ് നിർത്താനും പൈറേറ്റ്സ് ആജ്ഞാപിച്ചെങ്കിലും ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സ് അനുസരിച്ചില്ല. അതിനാൽ തന്നെ ബോട്ടിൽ നിന്നും AK-47 കൊണ്ട് പൈറേറ്റ്സ് ഷൂട്ടിംഗ് ആരംഭിച്ചു. ബോട്ട് ഷിപ്പിന്റെ ഏകദേശം അടുത്തെത്തി. എന്നാൽ എഞ്ചിൻ ത്രസ്റ്റ് മൂലമുള്ള തിരമാല കാരണവും 25 വാട്ടർ കാനോൺസിൽ നിന്നുമുള്ള വെള്ളത്തിന്റെ ഹൈ പീക്ക് റേറ്റിലുള്ള പമ്പിങ് കാരണവും കപ്പലിനോട് തീർത്തും അടുത്തെത്താൻ പൈറേറ്റ്സിന്റെ കൊച്ചു തോണികൾക്ക് സാധിച്ചില്ല. വള്ളം ആടിയുലയാൻ തുടങ്ങി. എന്നാൽ തന്നെയും പൈറേറ്റ്സ് കപ്പലിൽ ചാടിക്കടക്കാനുള്ള അറ്റത്ത് ഹുക്ക് ഘടിപ്പിച്ച ഗോവണി സെറ്റ് ചെയ്തു. കപ്പലിന്റെ ഇടതുഭാഗത്തുള്ള ഒരു ജലപീരങ്കി സാങ്കേതിക പിഴവ് മൂലം നിന്നുപോയതുകൊണ്ട് ആ ഗ്യാപ്പിൽ കൂടെ കപ്പലിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ മോട്ടോർ ഘടിപ്പിച്ച വഞ്ചികൾ ഷിപ്പിന്റെ ഇടതുവശത്തേക്ക് ചേർത്തു. പൈറേറ്റ്സ് ഷിപ്പിലേക്ക് നിരന്തരം വെടിയുതിർത്തുകൊണ്ടിരുന്നതിനാൽ കേടായ ജലപീരങ്കി ശരിയാക്കിയെടുക്കാൻ ഷിപ്പ് ക്രൂസിന് സാധിച്ചില്ല. ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേർ ഒഴിച്ചുള്ള ബാക്കി ക്രൂ മെമ്പേഴ്സിനോട് പെട്ടെന്ന് തന്നെ എഞ്ചിൻ റൂമിനോട് ചേർന്നുള്ള സ്റ്റീറിംഗ് റൂമിലേക്ക് ചെന്ന് ഒളിക്കാൻ ക്യാപ്റ്റൻ നിർദ്ദേശിച്ചു. അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഷിപ്പിന്റെ എഞ്ചിൻ ഷട്ട് ഡൗൺ ചെയ്യാനും ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാനും കൂടി നിർദ്ദേശിച്ചു. ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 ക്രൂ മെമ്പേഴ്സ് മെയിൻ ഡെക്കിൽ ബാക്കിയായി. ഷിപ്പിന്റെ എഞ്ചിൻ സൃഷ്ടിച്ച അതിഭീകരമായ തിരമാല കാരണവും വാട്ടർ പീരങ്കികളിൽ നിന്നുള്ള ഹൈ പവറിലുള്ള ജലപ്രവാഹം കാരണവും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പൈറേറ്റ്സിന്റെ ഒരു വള്ളം മടങ്ങിപ്പോയി. മോട്ടോർ ഘടിപ്പിച്ച ഒരു വള്ളവും അതിലുള്ള 4 കടൽക്കൊള്ളക്കാരും ബാക്കിയായി.
അവർ കപ്പലിൽ പ്രവേശിക്കാനുള്ള അവരുടെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഏതാനും മിനിറ്റുകൾക്കകം ബാക്കിയുള്ള 4 പൈറേറ്റ്സും ഗോവണിയുടെ ഹുക്ക് ഷിപ്പിന്റെ മുകളിൽ എറിഞ്ഞു പിടിപ്പിക്കുകയും ബോട്ടിലുള്ള 4 ഭീകരന്മാരും കപ്പലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കടൽ കൊള്ളക്കാർ ഷിപ്പിൽ പ്രവേശിച്ച ഉടൻ ജലപീരങ്കിയുടെ ശക്തിയിൽ അവർ വന്ന മോട്ടോർ ഘടിപ്പിച്ച കൊച്ചുവള്ളം തകർന്നു തരിപ്പണമാവുകയും ചെയ്തു. പൂട്ടിയിട്ട മെയിൻ ഗേറ്റിന്റെ ലോക്ക് വെടിവെച്ച് തകർത്തുകൊണ്ട് കടൽ ഭീകരർ ഷിപ്പിലേക്ക് പ്രവേശിച്ചു. മെയിൻ ഡെക്കിൽ കടന്നു ചെന്ന് ഭീകരർ അവിടെയുള്ള ക്യാപ്റ്റനെയും 2 ക്രൂ മെമ്പേഴ്സിനെയും ഗൺ പോയിന്റിൽ നിർത്തുകയും കപ്പൽ ഹൈജാക്ക് ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഷിപ്പ് സൊമാലിയൻ തീരത്തേക്ക് വിടാൻ കൊള്ളക്കാർ ആജ്ഞാപിച്ചു. കപ്പലിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കിയ ഭീകരർ ഷിപ്പിൽ ഭക്ഷ്യധാന്യങ്ങളും കുടിവെള്ളവും മാത്രമേ ഉള്ളൂവെന്ന് മനസ്സിലാക്കി. അവരുടെ പ്രതീക്ഷ വിലപിടിപ്പുള്ള വസ്തുക്കളാണ് ഈ അമേരിക്കൻ ഷിപ്പിലുള്ളത് എന്നായിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സ് പറയുന്നത് കള്ളമാണെന്നും കപ്പലിലെ കാർഗോ ഐറ്റംസ് എന്താണെന്ന് ചെക്ക് ചെയ്യണമെന്നും പൈറേറ്റ്സ് ആവശ്യപ്പെട്ടു. കൂടാതെ $2 മില്യൺ മോചനദ്രവ്യം വേണമെന്നും പൈറേറ്റ്സ് ആവശ്യപ്പെട്ടു. അവരുടെ ആവശ്യങ്ങൾ ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സ് നിരാകരിച്ചതിനാൽ മെയിൻ ഡെക്കിലെ 3 പേരിൽ ഒരാളെ കൊല്ലുവാൻ വേണ്ടി കൊള്ളക്കാർ AK-47 എയിം ചെയ്തു. ഈ സമയത്ത് തന്നെ ക്യാപ്റ്റൻ നേരത്തെ കൊടുത്ത നിർദ്ദേശപ്രകാരം കപ്പലിന്റെ എഞ്ചിൻ ഓഫാകുകയും ഇലക്ട്രിസിറ്റി ഫെയിലിയർ ആവുകയും ചെയ്തു. അതിനാൽ പൈറേറ്റ്സ് നീട്ടിയ ആയുധം പിൻവലിച്ചു. കപ്പൽ റീസ്റ്റാർട്ട് ചെയ്യാൻ ക്യാപ്റ്റനോട് ഭീകരർ ആവശ്യപ്പെട്ടു. ക്യാപ്റ്റൻ വയർലെസ് സെറ്റിൽ താഴെ സ്റ്റിയറിംഗ് റൂമിൽ ഒളിച്ചിരിക്കുന്ന ക്രൂ മെമ്പേഴ്സിനോട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സപ്പർ ടൈം എന്ന കോഡ് ഉപയോഗിക്കാതിരുന്നതിനാൽ ക്രൂ മെമ്പേഴ്സ് ഈ നിർദ്ദേശം അവഗണിച്ചു. ഇതിൽ രോഷം പൂണ്ട ഭീകരരിൽ 2 പേർ ക്യാപ്റ്റനെ വലിച്ചിഴച്ച് കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്ക് കൊണ്ടുപോവുകയും ബാക്കിയുള്ള 2 പേർ 2 ക്രൂ മെമ്പേഴ്സിന് കാവൽ നിൽക്കുകയും ചെയ്തു. ഷിപ്പിന്റെ താഴെയുള്ള എഞ്ചിൻ റൂമിലേക്ക് പോയ ഭീകരർ 2 പേരും ഇലക്ട്രിസിറ്റി ഫെയിലിയർ കാരണം വെളിച്ചമില്ലാത്തതിനാൽ വഴി കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി. അവർ ക്യാപ്റ്റനെ തോക്ക് ചൂണ്ടി മുൻപിൽ നടക്കുവാൻ ആജ്ഞാപിച്ചു. ഈ കടൽ കൊള്ളക്കാർ ഓരോ ഡെക്കും ഓരോ റൂമും പരിശോധിക്കുവാൻ തുടങ്ങി. ഇതിനിടയിൽ എഞ്ചിൻ റൂമിലേക്കുള്ള വഴിയിൽ സ്റ്റിയറിംഗ് റൂമിൽ ഒളിച്ച ക്രൂ മെമ്പേഴ്സ് ഭീകരരെ തുരത്താൻ പൊട്ടിച്ചിട്ടിരുന്ന ചില്ല് കഷ്ണത്തിൽ ചവിട്ടിയ ഒരു ഭീകരന്റെ കാൽപാദത്തിന് സാരമായി പരിക്കേറ്റു. ഇത് കണ്ട് അരിശം പൂണ്ട രണ്ടാമൻ എഞ്ചിൻ റൂമിൽ ഗൺ ചൂണ്ടിക്കൊണ്ട് കടന്നു ചെന്നെങ്കിലും അവിടെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ എഞ്ചിൻ റൂമിനോട് ചേർന്നുള്ള സ്റ്റിയറിംഗ് റൂമിന്റെ വാതിലിന്റെ ലോക്ക് വെടിവെച്ച് തകർത്തുകൊണ്ട് പരിശോധിക്കാൻ കയറിയ രണ്ടാമത്തെ ഭീകരനെ വാതിലിന് പിന്നിൽ ഒളിച്ചു നിന്ന 18 ക്രൂ മെമ്പേഴ്സും കൂടി കീഴ്പ്പെടുത്തി. രണ്ടാമന്റെ കൈയും കാലും ബന്ധിച്ച് ക്രൂ മെമ്പേഴ്സ് അവരുടെ കൂടെ ബന്ദിയാക്കി നിർത്തുകയും ചെയ്തു. കുറെ നേരം കഴിഞ്ഞിട്ടും രണ്ടാമത്തെ ഭീകരനെ കാണാതിരുന്ന കാലിന് മുറിവ് പറ്റിയ ഭീകരന് ഭയം തോന്നിയതിനാൽ പരിശോധനകൾ അവസാനിപ്പിച്ച് ക്യാപ്റ്റനുമായി മെയിൻ ഡെക്കിലേക്ക് മടങ്ങിച്ചെന്നു. ക്യാപ്റ്റനെയും കൂട്ടി മെയിൻ ഡെക്കിലേക്ക് മടങ്ങിച്ചെന്ന രണ്ടാമത്തെ ഭീകരൻ കൊടുത്ത വിവരം വെച്ച് ഒരു ഭീകരനെ കാണാതായതിൽ ദുരൂഹതയുണ്ടെന്ന് തോന്നിയ ബാക്കിയുള്ള 3 കൊള്ളക്കാരും ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള 3 പേരെയും മർദ്ദിക്കാൻ ആരംഭിച്ചു. ആ സമയത്ത് സ്റ്റിയറിംഗ് റൂമിൽ നിന്നും മെയിൻ ഡെക്കിലെ വയർലെസ് സ്പീക്കറിലേക്ക് വിളിച്ച ഷിപ്പിലെ ക്രൂ മെമ്പേഴ്സ് ഒന്നാമത്തെ ഭീകരൻ തങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും ബാക്കിയുള്ളവർ ഷിപ്പിൽ നിന്നും പോയില്ലെങ്കിൽ അവനെ വധിക്കും എന്നും ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട് ഭയന്ന ബാക്കി ഭീകരർ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റനെ ബന്ദിയാക്കുകയും കസ്റ്റഡിയിലെടുത്ത ഭീകരനെ വിട്ടു നൽകിയില്ലെങ്കിൽ ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സിനെ വധിക്കും എന്നും ഭീഷണിപ്പെടുത്തി. 2 കൂട്ടരും നടത്തിയ മ്യൂച്വൽ എഗ്രിമെന്റിൽ ക്യാപ്റ്റനെയും ബന്ദിയാക്കിയ കൊള്ളക്കാരനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തീരുമാനമായി. കൂടാതെ പൈറേറ്റ്സിന്റെ ബോട്ട് തകർന്നു പോയതിനാൽ ഷിപ്പിലുള്ള 7 പേർക്ക് സഞ്ചരിക്കാവുന്ന ലൈഫ് ബോട്ട് കടൽ കൊള്ളക്കാർക്ക് നൽകാനും തീരുമാനമായി. മെയിൻ ഡെക്ക് മുഴുവൻ പരതിയ ഭീകരർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കാനുള്ള $30,000 ഷിപ്പിലെ സേഫിൽ നിന്നും കിട്ടി. അവർ അതുമായി ഗൺ പോയിന്റിൽ ക്യാപ്റ്റനെയും കൊണ്ട് ലൈഫ് ബോട്ടിനരികിലേക്ക് നടന്നു. മ്യൂച്വൽ ധാരണയനുസരിച്ച് ലൈഫ് ബോട്ടിനരികിലേക്ക് ബന്ദിയാക്കിയ ഭീകരനെയും കൊണ്ട് കപ്പൽ ജീവനക്കാരും എത്തി. ക്യാപ്റ്റൻ ഫിലിപ്സ് ലൈഫ് ബോട്ടിന്റെ പ്രവർത്തനത്തെപ്പറ്റി കൊള്ളക്കാരോട് പറഞ്ഞു മനസ്സിലാക്കി. ഒരു പ്രത്യേകതരം ലൈഫ് ബോട്ടായിരുന്നു ഇത്. പെട്രോൾ ഇന്ധനമായ ഈ ബോട്ടിൽ 7 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു. ഒരു വലിയ കുമിള പോലെ മൊത്തം കവർ ചെയ്ത ഈ ലൈഫ് ബോട്ടിൽ 6 ജനൽ ചില്ലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം ക്ലോസ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. ഒന്നും തുറക്കാൻ പറ്റുമായിരുന്നില്ല. അവിടെ നിന്നും സൊമാലിയൻ തീരത്തേക്ക് ഏകദേശം 550 കിലോമീറ്ററോളം ദൂരമുണ്ടായിരുന്നു. ഇത്രയും ദൂരം ഈ ലൈഫ് ബോട്ട് ഓടിയെത്താൻ ഏകദേശം 3-4 ദിവസം എടുക്കുമായിരുന്നു. അത്യാവശ്യത്തിനുള്ള ഭക്ഷണവും കുടിവെള്ളവും ഈ ബോട്ടിൽ കരുതിയിരുന്നു. 2 കൂട്ടരും ബന്ദികളെ മോചിപ്പിച്ചു. എന്നാൽ ബന്ദിയാക്കപ്പെട്ട ഭീകരനായിരുന്നു അവസാനം ലൈഫ് ബോട്ടിൽ കയറിയത്.
അയാൾ ബോട്ടിൽ കയറാൻ നേരം ബോട്ടിന്റെ പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുത്തതിന് ശേഷം ബോട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സിനെ പിടിച്ചു വലിച്ച് ബോട്ടിനുള്ളിലാക്കുകയും നിമിഷങ്ങൾക്കകം ആ 4 കൊള്ളക്കാരും ക്യാപ്റ്റനെയും കൊണ്ട് ലൈഫ് ബോട്ടിൽ കുതിച്ചു പായുകയും ചെയ്തു. അതുകണ്ട് ഷിപ്പിലുള്ള ബാക്കി ക്രൂ മെമ്പേഴ്സ് ഭയന്നു നിന്നുപോയി. മർസ്ക് അലബാമ ഷിപ്പിലെ ജീവനക്കാർ ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്പിനെ ബന്ദിയാക്കി AK-47 ആയുധങ്ങളുമായി ലൈഫ് ബോട്ടിൽ സൊമാലിയൻ തീരത്തേക്ക് കടൽക്കൊള്ളക്കാർ പോകുന്ന വിവരം US മിലിറ്ററി ഇന്റലിജൻസിന് കൈമാറി. US മിലിറ്ററി സംഭവസ്ഥലത്ത് എത്തുന്നതുവരെ ലൈഫ് ബോട്ടിനെ പിന്തുടർന്നുകൊണ്ടിരിക്കാൻ മിലിറ്ററി ഇന്റലിജൻസിൽ നിന്നും മർസ്ക് അലബാമ ഷിപ്പിലെ ജീവനക്കാർക്ക് നിർദ്ദേശം കിട്ടി. അതിനാൽ അലബാമ ഷിപ്പ് കൊള്ളക്കാരുടെ ലൈഫ് ബോട്ടിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ലൈഫ് ബോട്ടിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ കടൽ കൊള്ളക്കാർ ആഹ്ലാദചിത്തരായി. അലബാമ ഷിപ്പ് തങ്ങളെ പിന്തുടരുന്നത് കണ്ട് കൊള്ളക്കാർ സന്തോഷിച്ചു. കാരണം തങ്ങളെ പിന്തുടരുന്ന മർസ്ക് അലബാമ ഷിപ്പും കൂടി പിടിച്ചെടുക്കാനുള്ള സുവർണാവസരമാണ് വരുന്നത്. ഈ സന്തോഷ വാർത്ത ലൈഫ് ബോട്ടിലെ വയർലെസ്സിലൂടെ സൊമാലിയൻ തീരത്ത് ഈ പൈറേറ്റ്സിന്റെ വരവും കാത്തിരിക്കുന്ന ബാക്കിയുള്ള കൊള്ളക്കാർക്ക് കൈമാറി. തീരത്തുള്ള ബാക്കി ഭീകരർ ഈ ഷിപ്പും കൂടി പിടിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കാത്തിരുന്നു. സമയം രാത്രിയായി. ലൈഫ് ബോട്ടിനുള്ളിലെ ക്യാപ്റ്റന്റെ അവസ്ഥ അതിദയനീയമായിരുന്നു. അല്പം പോലും കാറ്റ് കടക്കാത്ത ലൈഫ് ബോട്ടിൽ ക്യാപ്റ്റന് കുടിക്കാൻ വെള്ളം പോലും നിഷേധിച്ചിരുന്നു. ഇടയ്ക്കിടെ 4 ഭീകരന്മാരുടെയും മർദ്ദനങ്ങൾ ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. പിറ്റേ ദിവസം ഏപ്രിൽ 9 രാവിലെ ഉറക്കമുണർന്ന 4 കൊള്ളക്കാരും ഞെട്ടിത്തെരിച്ചുപോയി. കാരണം വിൻഡോയിലൂടെ ഭീകരർ പുറത്തേക്ക് നോക്കിയപ്പോൾ അവരെ പിന്തുടർന്നിരുന്ന മർസ്ക് അലബാമ ഷിപ്പ് കാണാനില്ലായിരുന്നു. പകരം US നേവിയുടെ 2 കപ്പലുകളാണ് അവർ കണി കണ്ടത്. അതിലൊന്ന് US നേവിയുടെ ഡിസ്ട്രോയർ ഷിപ്പായ USS ബെയിൻബ്രിഡ്ജ് ആയിരുന്നു. ഇതിനകമ്പടിയായി US നേവിയുടെ മറ്റൊരു ഷിപ്പ് കൂടി ഉണ്ടായിരുന്നു. ഈ ഷിപ്പുകളുടെ ഡെക്കിൽ ആയുധങ്ങളുമായി നിൽക്കുന്ന US സൈനികരെ കണ്ടപ്പോൾ കൊള്ളക്കാർ ഞെട്ടിത്തെരിച്ചുപോയി. ഈ വന്ന US നേവിയുടെ നിർദ്ദേശപ്രകാരം അലബാമ ഷിപ്പ് പിന്തുടരൽ അവസാനിപ്പിച്ച് അവരുടെ ലക്ഷ്യസ്ഥാനമായ കെനിയയിലേക്ക് കാർഗോ ഐറ്റംസുമായി യാത്രയായിരുന്നു. US നേവി കൊള്ളക്കാരുമായി നടത്തിയ ആശയവിനിമയത്തിൽ $5 മില്യൺ നൽകിയില്ലെങ്കിൽ ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. കാര്യങ്ങൾ ഉന്നത അതോറിറ്റീസുമായി ചർച്ച ചെയ്ത് അറിയിക്കാമെന്ന് നേവി ഉദ്യോഗസ്ഥർ അറിയിച്ചു. US നേവിയുടെ ഡിസ്ട്രോയർ ഷിപ്പുകൾ പിന്മാറണമെന്ന് ഭീകരർ ആവശ്യപ്പെട്ടെങ്കിലും US നേവി വഴങ്ങിയില്ല. ഇതിൻ്റെയെല്ലാം ദേഷ്യം ഭീകരർ ക്യാപ്റ്റനോട് മർദ്ദനത്തിലൂടെയും കുടിവെള്ളം പോലും നൽകാതെയും തീർത്തുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം, അതായത് ഏപ്രിൽ 10 ഭീകരന്മാരെ വെട്ടിച്ച് ക്യാപ്റ്റൻ ഫിലിപ്സ് രക്ഷപ്പെടാൻ വേണ്ടി ലൈഫ് ബോട്ടിൽ നിന്നും കടലിലേക്ക് ചാടി. പുറകെ ചാടിയ ഭീകരർ ക്യാപ്റ്റനെ ലൈഫ് ബോട്ടിലേക്ക് വലിച്ചു കയറ്റുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇനി ക്യാപ്റ്റനെ ഉപദ്രവിച്ചാൽ മോചനദ്രവ്യമടക്കം നൽകില്ലെന്നും എല്ലാവരെയും ഷൂട്ട് ചെയ്യുമെന്നും US നേവി മെഗാഫോണിലൂടെ കൊള്ളക്കാരെ അറിയിച്ചു. ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്പിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന അന്നത്തെ US പ്രസിഡന്റ് ബരാക് ഒബാമയുടെ നിർദ്ദേശപ്രകാരം ഈ ദൗത്യം US നേവി സീൽ കമാൻഡോസ് ഏറ്റെടുത്തു. അവർ 12 വൈകുന്നേരം പ്രത്യേക വിമാനത്തിൽ ഡിസ്ട്രോയർ ഷിപ്പായ USS ബെയിൻബ്രിഡ്ജിൽ ലാൻഡ് ചെയ്തു. ഈ കാഴ്ചകളെല്ലാം കണ്ട കടൽ കൊള്ളക്കാർ ഭയന്ന് മാനസിക നില തെറ്റിയവരെ പോലെയായി. കൊള്ളക്കാർ എപ്പോഴും ഉപയോഗിക്കുന്ന ഖാറ്റ് എന്ന മയക്കുമരുന്ന് തീർന്നുപോയതും അവരെ വിഡ്രോവൽ സിംറ്റംസ് മൂലമുള്ള വെപ്രാളത്തിന് കാരണമാക്കി. അന്ന് രാത്രി അവർ ആവശ്യപ്പെട്ട തുക നൽകി കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുവാൻ വേണ്ടി കൊള്ളക്കാരുടെ നേതാവിനോട് ഷിപ്പിലേക്ക് വരുവാൻ US നേവി ആവശ്യപ്പെട്ടു. അതുപ്രകാരം ഷിപ്പിലേക്ക് വന്ന കൊള്ളക്കാരുടെ നേതാവ് അബ്ദുവാലി മ്യൂസിനെ US നേവി കസ്റ്റഡിയിലെടുത്തു. കൂടാതെ ലൈഫ് ബോട്ടിലെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. രാത്രിയുടെ മറവിൽ US നേവി സീൽ കമാൻഡോസ് ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സിനെയും കൊണ്ടുപോകുന്ന ബാക്കി 3 കൊള്ളക്കാരുടെയും ലൈഫ് ബോട്ട് ഷിപ്പുമായി വടം ഉപയോഗിച്ച് ബന്ധിച്ചു. അന്ന് രാത്രിയിൽ തന്നെ നേവി സീൽ കമാൻഡോസ് വടം കെട്ടിയത് മൂലം മുൻപോട്ട് നീങ്ങാൻ കഴിയാതിരുന്ന ലൈഫ് ബോട്ടിലെ 3 കൊള്ളക്കാരെയും ഗൺ പോയിന്റിൽ കിട്ടാൻ വേണ്ടി ലൈഫ് ബോട്ടിന്റെ ജനലിലൂടെ ഗൺ എയിം ചെയ്തുകൊണ്ടിരുന്നു. 3 പേരെയും ഒരുമിച്ച് ഗൺ പോയിന്റിൽ കിട്ടിയതിനു ശേഷമേ ഷൂട്ട് ചെയ്യാവൂ എന്ന് നേവി സീൽ കമാൻഡോ ക്യാപ്റ്റൻ ഓർഡർ കൊടുത്തിരുന്നു. അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഫിലിപ്സിന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് അവർക്കറിയാമായിരുന്നു. ചർച്ചയ്ക്ക് വേണ്ടി ഡിസ്ട്രോയർ ഷിപ്പിലേക്ക് പോയ കൊള്ളക്കാരൻ അബ്ദുവാലി മ്യൂസ് തിരിച്ചു വരാതിരുന്നതുകൊണ്ടും വടം കൊണ്ട് ബന്ധിച്ചതിനാൽ മുൻപോട്ട് നീങ്ങാൻ കഴിയാതിരുന്നതുകൊണ്ടും ബാക്കിയുള്ള 3 കൊള്ളക്കാരും പ്രകോപിതരായി. തങ്ങൾ കുടുങ്ങി എന്നവർ മനസ്സിലാക്കി. US നേവി പിടികൂടും മുമ്പ് ക്യാപ്റ്റൻ ഫിലിപ്സിനെ കൊല്ലാൻ ഭീകരർ തീരുമാനിച്ചു.
ക്യാപ്റ്റൻ ഫിലിപ്സിന്റെ മുൻപിൽ നിന്ന് അദ്ദേഹത്തിന്റെ തലയിലേക്ക് തോക്ക് ചൂണ്ടിയ 3 ഭീകരരെയും ഒരു നിമിഷം ഒരേ സമയം നേവി സീൽ കമാൻഡോസിന് ഗൺ പോയിന്റിൽ കിട്ടി. ക്യാപ്റ്റൻ ഫിലിപ്സിനെ വെടിവെക്കുന്നതിന് മുമ്പ് കൃത്യതയോടെ ലൈഫ് ബോട്ടിന്റെ വിൻഡോകളിലൂടെ വെടിയുതിർത്ത സീൽ കമാൻഡോകളുടെ ബുള്ളറ്റുകൾ 3 കൊള്ളക്കാരുടെയും തല തുളച്ചു കയറുകയും അവർ അന്ത്യശ്വാസം വലിക്കുകയും ചെയ്തു. ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സ് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. US കസ്റ്റഡിയിലെടുത്തിരുന്ന കടൽ കൊള്ളക്കാരൻ അബ്ദുൾ വാലി മ്യൂസിനെ 33 വർഷം US ജയിലിൽ അടച്ചു. ഈ സംഭവം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയും ആധുനിക കാലത്ത് കടൽ കൊള്ളയുടെ ഭീകരമായ സംഭവവികാസങ്ങൾ പല രാജ്യങ്ങളുടെയും ശ്രദ്ധയിൽ വരികയും ചെയ്തു. 2013 റിലീസായ ക്യാപ്റ്റൻ ഫിലിപ്സ് എന്ന മൂവി ഈ സംഭവങ്ങളുടെ റിയൽ സ്റ്റോറിയാണ്. ക്യാപ്റ്റൻ ഫിലിപ്സായി അഭിനയിക്കുന്നത് ടോം ഹാങ്ക്സ് ആണ്. ആരെങ്കിലും ഈ സിനിമ കാണാത്തവർ ഉണ്ടെങ്കിൽ ഇത് കാണാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഒരു കൂട്ടിച്ചേർക്കലുകളുമില്ലാത്ത റിയൽ ഇൻസിഡൻ്റ് ആണ് ഈ സിനിമ.